നാളെ നാളെ ഞാൻ പോവുക. പിന്നെ നീ പോയാൽ എങ്ങനെയാ? ഞാനിവിടെ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാതെ ഒരു 5-6 ദിവസം കൂടെ നിൽക്കണം, ഒന്ന് നോർമൽ ആവുന്നവരെ. എന്നിട്ട് പോയാൽ മതി. എന്ത് പറഞ്ഞാ ഞാൻ ഇവിടെ നിൽക്കുക? വെറുതെ ഒരു സംശയങ്ങൾ ഉണ്ടാക്കാൻ. ചുറ്റുപാടുള്ളവരൊക്കെ നാട്ടുമ്പുറോ സിറ്റിയിലെ പോലെ അല്ല. ഒന്നുമില്ല, ഞാൻ സംസാരിക്കാം അമ്മയോട്. അല്ലെങ്കിൽ നീ തന്നെ അമ്മയോട്. ഞാൻ എന്താ പറയാ? കുറച്ച് ദിവസം കൂടെ എന്നെ ഇവിടെ താമസിപ്പിക്കണമെന്നോ? ആദ്യം ഈ പരിഭ്രമം കാണിക്കാതിരിക്കാ വേണ്ടേ? നിനക്കറിയാഞ്ഞിട്ടാ എൻ്റെ ഈ അവസ്ഥ. എനിക്കും അവനും രൂപം മാത്രമേ ഉള്ളൂ ഒന്നായിട്ട്. അവനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഈ വീടിനെ കുറിച്ചും രാധ, ആഭരണ, ആരെക്കുറിച്ചും അറിയില്ല. ഞാൻ പോകുമ്പോ രാധയ്ക്ക് 1 വയസ്സാ. അവന്റെ ഒരു ഐഡന്റിറ്റി കാർഡിന്റെയും കള്ള ഒപ്പിടാൻ പഠിച്ചതിന്റെയും ബലത്തിലാ ഈ കളി. വേണ്ടായിരുന്നു. എത്ര കാലം എന്ന് വെച്ചാ ഞാനിങ്ങനെ. കിഷന്റെ സംസാരവും പെരുമാറ്റവും എല്ലാം അനന്തുവേട്ടന്റെ പോലെ ആവുന്നവരെ അതുവരെ പിടിച്ചു നിന്നേ പറ്റൂ. ഞാൻ അനന്തുവാണെന്ന് മനസ്സിലെപ്പോഴും വിചാരിക്കണം. എല്ലാരോടും സ്നേഹം തോന്നണമെന്ന് പ്രാർത്ഥിക്കണം. യു കെൻ ഡു ഇറ്റ്. കുറെ കഴിഞ്ഞ് നമുക്ക് തന്നെ പറയാം എല്ലാരോടും. അപ്പൊ നീ പറയുന്നൊക്കെ അവരെ കേൾക്കും, വിശ്വസിക്കും, നിന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ ഇതറിഞ്ഞ എല്ലാവർക്കും ദേഷ്യവും വെറുപ്പേ ഉണ്ടാവും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചു ദിവസം കൊണ്ട് താനെ പഠിക്കില്ലേ? കിഷനും കൊച്ചിലി മുതൽ മോഹിച്ചിട്ടുള്ളതല്ലേ ഇനി വീട്ടിലെല്ലാരുമായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയണമെന്ന്. ശരിയാ. കുട്ടിക്കാലത്ത് അവന്റെ മിടുക്കിനെ കുറിച്ചും നന്മകളെ കുറിച്ചും ഒക്കെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോ, അവൻ അമ്മയുടെ മടി തലവെച്ച് കിടക്കുന്നത് കാണുമ്പോ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവനെ ഒന്ന് കൊന്നു തരണേ ഈശ്വര. അമ്മയോട് സംസാരിക്കുന്നില്ലേ? അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ ഗോവിന്ദൻ നായരെ ഒന്ന് അറിയിക്കണ്ടേടോ. കല്യാണം ഇനിയിപ്പോ ഒരു 5-6 മാസം കഴിഞ്ഞോട്ടെ. അറിയിക്കാം. ആ കുട്ടിക്ക് എന്താ അവിടെ ജോലി? തോംസണില. അവക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടോ? അച്ഛന് വിഷമമുണ്ടെങ്കിൽ ആളുകൾ അതും ഇതുമൊക്കെ പറയും. എന്നാലും അവന് വേണ്ടി അത്രയെങ്കിലും ചെയ്യണ്ടേ? നീ അവനെ കണ്ട് സംസാരിച്ചിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ദേഷ്യായിരുന്നു അല്ലേ അവൻ എന്നോട്? നന്നാവണമെന്ന് വെച്ച് ചെയ്തതാണെങ്കിലും ഇത്തിരി കടന്നുപോയിന്ന് തോന്നുക ഇപ്പോ. തിരുത്താമായിരുന്ന കാലത്തൊന്നും തോന്നാണ്ട് ഇനിയിപ്പൊ തോന്നിട്ടെന്താ? ഒരു ജന്മം അങ്ങോട്ട് പാഴായിപ്പോയി എന്നല്ലാണ്ട് അവന് വേണ്ടി ഒന്നുറക്ക കരയാനുള്ള യോഗ്യത പോലും ഇല്ലാണ്ടാക്കിയല്ലോ ഞാൻ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയ ഒരു സർപ്പക്കാവുണ്ട്. വേണ്ട, അധികം അകത്തോട്ട് പോണ്ട. ഇവിടെ ഇപ്പൊ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലെന്നേ. കുട്ടിക്ക് എന്താ അഖിലാന്ന് പേര് വെച്ചേ? എന്താ? അല്ല, നിങ്ങളുടെ ആൾക്കാർക്ക് സാധാരണ ഇങ്ങനത്തെ പേരുണ്ടാവാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മയൊക്കെ കരുതിയിരിക്കണത് അഖില ഹിന്ദുവാന്നാ. ഞാൻ തിരുത്താനൊന്നും പോയില്ല. കുട്ടി പോവാൻ ഒരുങ്ങിയപ്പോ അനന്തുവേട്ടനെ പിടിച്ചു നിർത്തിയെന്ന് അമ്മ പറഞ്ഞു. അനന്തുവേട്ടനൊരു പാവാ, അലിയണ മനസ്സാ. ബുദ്ധി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് ആളുകളുടെ മനസ്സ് പിടിയിട്ടില്ല. അവിടെ ആയ ജോലിയും തിരക്കും കൂട്ടുകാരൊക്കെ ആയിട്ട് എല്ലാം അങ്ങോട്ട് മറക്കും. ഇവിടെ ആയ ആ സങ്കടം അങ്ങനെ കിടക്കും. അനന്തുവേട്ടന് അത് മനസ്സിലാവില്ല. അതാ. കുട്ടിക്ക് പോണമെങ്കിൽ പോയിക്കോളൂ, ഞാൻ അനന്തുവേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാം. എവിടെയൊക്കെ തിരക്കിന്നറിയോ? അപ്പൊ രാധ പറഞ്ഞില്ലേ? പാവല്ലേ, എന്തു പറഞ്ഞ ആ കുട്ടി ഒന്ന് ആശ്വസിപ്പിക്കുക. വേഗം വന്നേ, അവക്ക് എന്തെങ്കിലും തോന്നും. ആ കുട്ടിക്ക് അറിയാലോ, ബുദ്ധിയുള്ള കുട്ടിയാന്ന് അനന്തേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്.
മണിക്കുട്ടി വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് മണിക്കുട്ടി പറഞ്ഞാൽ അനന്തേട്ടാ സത്യം. ഞാൻ വെറുതെ ഉള്ള ലീവും കളഞ്ഞ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്തിനാ? നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട് നിർബന്ധിക്കുന്നു എന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുന്നതില് എന്താ ഒരർത്ഥം? നഷ്ടപ്പെട്ടവരെയൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ. മണിക്കുട്ടി പറഞ്ഞ പോലെ അവിടെയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അതാ ഇതൊക്കെ ഒന്ന് മറക്കാൻ നല്ലത്. ആ, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. ട്രെയിൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. ഞാൻ ആ കുട്ടിയോട് പോവാനൊന്നും പറഞ്ഞില്ല കേട്ടോ. മോള് കുറച്ചു ദിവസം കൂടെ ഇവിടെ നിൽക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. സമയം കിട്ടിയാ വരണം. അന്യ വീടാണെന്നൊന്നും കരുതണ്ട. കല്യാണമൊക്കെ കഴിക്കണം. അമ്മയ്ക്ക് മനസ്സിലാവും നിന്റെ വിഷമം. ലൂസ, എന്നാൽ അതവിടെ കിടന്നോട്ടെ. അവിടെ നീ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ಬನ್ನಿ ಶೆಟ್ಟಿಯವರೇ, ಇದೇ ನಿಮ್ಗೆ ಮನೆ. നല്ല ಐಶ್ವರ್ಯಗಳ വീട്. ಗೋಂಜಿ ಪ್ರೀತಿ ಇರುವವರೆಗೆ ಕೊಡ್ತಾ ಇದ್ದ ಮನೆ ಇದು. ಗೋವಂಚಿ ಬಂದು ನನಗೆ ಅದಿರ್ಲಿ, ನೀನು ಹೋಗು. ಆ ಹಳೆ ಡ್ರೆಸ್ಗಳನ್ನು ತಗೊಂಡು ಹೋಗು. ಏನು ಏನೂ ಇಲ್ಲ.